ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഇന്നും ഒരു റമദാൻ സീരീസിൽ വരുന്ന ഐറ്റമാണ്. ഇന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് റമദാൻ മാസം, അപ്പോൾ നോമ്പ് തുറയുടെ സമയമാകുമ്പോൾ കഴിക്കുന്ന ചെറു പലഹാരങ്ങൾ, പാനീയങ്ങൾ, പിന്നെ പ്രധാന ഭക്ഷണം, ഇങ്ങനെയുള്ള മാറി മാറി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ. ഇപ്പോൾ നോമ്പ് നോക്കുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ അല്ലാത്തവർക്കും ഇതൊരു സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എളുപ്പമാണ്. ഇത് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ കുറേ പേർക്കറിയാം, കുറേ പേർക്കറിയില്ല. പലരും പല മെത്തേഡല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മിനി പോക്കറ്റ് ഷവർമയാണ്. ഓക്കെ, ബ്രെഡ് ഷവർമ എന്നും വേണമെങ്കിൽ പറയാം. മിനി ബ്രെഡ് പോക്കറ്റ് ഷവർമ. ഒരു പോക്കറ്റ് പോലെ വെച്ചിട്ട് അകത്ത് ഷവർമയുടെ പോലത്തെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ ചിക്കനിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ചിക്കൻ ഇല്ലാത്തവർക്ക് പിന്നെന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താ ചെയ്യുക, മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസും മുട്ട ഉണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് ചെയ്യാം. പിന്നെ വെജാണ് കഴിക്കുന്നതെങ്കിൽ, പ്യുവർ വെജാണെങ്കിൽ കുറച്ച് ചോപ്ഡ് ലെറ്റ്യൂസും ചോപ്ഡ് ക്യാബേജ്, ക്യാരറ്റ്സ് ഗ്രേറ്റഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇതേപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം വെച്ചിട്ട് ഈ ഫില്ലിങ് പോലെ ചെയ്തെടുക്കാം. അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഫില്ലിങ് വേറെയാണ്, ചിക്കൻ ഫില്ലിങ് ആൻഡ് എഗ് ഫില്ലിങ് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കണം. ഇതൊരു മിനി ബ്രെഡ് പോക്കറ്റ്സ് ആണ്, ഒരുപാട് വലിയ സൈസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ പരിപാടി ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ. അതേ നോക്കിക്കോളൂ. ഇതിപ്പോൾ ചിക്കൻ്റെ പീസസ് വേവിച്ചതാണ്. അത് എനിക്ക് തോന്നുന്നു മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു നോമ്പ് തുറ ഐറ്റം കാണിച്ചപ്പോൾ അതിൽ ചിക്കൻ, ഞാനൊരു ഹോൾ ചിക്കൻ വേവിച്ചിരുന്നു, അതിൻ്റെ സ്റ്റോക്ക് എടുത്താണ് അതിൽ ചേർത്തത്. അതായത് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നും കഷ്ണങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു, ബോൺലെസ്. അതിൽ നിന്ന് ഒരു 300 ഗ്രാമോളം എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ വളരെ ഫൈനായിട്ടുള്ള പൊടിയായിട്ട് വന്നു. അപ്പോൾ ഇത് റെഡിയാണ്. പിന്നെ എഗ്ഗ് ആണെങ്കിൽ എഗ്ഗിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് കുഞ്ഞതായിട്ട് കുഞ്ഞതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചു കത്തി ഉപയോഗിച്ചിട്ട്. പിന്നെ ബ്രെഡ് പൊടി, ഇത് ഫ്രഷ് ബ്രെഡിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്, ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. എന്താ പറയുക, ക്യാപ്സിക്കം, ക്യാരറ്റ് ഗ്രേറ്റഡ് ആവശ്യാനുസരണം എടുക്കാം. ഇതിപ്പോൾ ബ്രെഡ് ഇങ്ങനെയാണ് ഞാൻ എടുക്കാൻ പോണത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വേസ്റ്റ് വരും ബ്രെഡിൻ്റെ. ആ പോർഷനൊക്കെ കൂടി പൊടിച്ചെടുക്കുമ്പോഴാണ് ബ്രെഡ് പൊടിയാവുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ സെലറി ചേർക്കുന്നുണ്ട്. സെലറി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്താലും മതി, അത് ഓപ്ഷനാണ്, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇനി ഒരു കാര്യം, ആദ്യം ബ്രെഡ് പോക്കറ്റ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ 2 ഇതെടുക്കുന്നു. ഇതുപോലെ ഒന്നുകിൽ ഒരു ഗ്ലാസ് എടുക്കുക, ഇങ്ങനത്തെ വാവട്ടം ഉള്ളത്, അല്ലെങ്കിൽ ഒരു അടപ്പ്, പാത്രത്തിൻ്റെ അടപ്പ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ട്. ഇത് ശരിക്കും എൻ്റെ മോൾഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വരും. ഓക്കെ, ഈ രീതിയിലാണ് കുറച്ച്. അപ്പോൾ ഇത് ഈ വരുന്ന പോർഷനാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടും. അത് ബ്രെഡ് പൗഡറായിട്ട് യൂസ് ചെയ്യാം, ബ്രെഡ് ക്രംസ് ആയിട്ട്. 2 ബ്രെഡ് വെച്ചും ചെയ്യാം, 3 ബ്രെഡ് വെച്ച് ചെയ്യാം. എളുപ്പമാണ്, പെട്ടെന്ന് പറ്റും. വേസ്റ്റായിട്ട് വിചാരിക്കേണ്ടത്, ഇത് പൊടിച്ചെടുത്തിട്ട് കൂടുതൽ എക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി, അത് സൂക്ഷിക്കാൻ പറ്റും. സിമ്പിൾ. ഇപ്പം ഞാൻ കുറച്ച് ബ്രെഡ് പോക്കറ്റ്സിന് വേണ്ടി ബ്രെഡിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പ്രോസസ്സും കൂടി ഉണ്ട്. ഇത് മുട്ടയുടെ വെള്ളയിൽ ഒന്ന് പൊതിഞ്ഞ് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കണം. അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാം, കുറച്ച് മയോണൈസ് ഉണ്ടാക്കാം. ഓക്കെ, മയോണൈസ് ഉണ്ടാക്കുന്ന നമുക്ക് ഹോം മെയ്ഡ്, ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഹോൾ എഗ്ഗ് വെച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്തത്, മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം ചേർത്തിട്ട്. പിന്നെ എഗ്ലെസ് മയോണൈസും ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് പാലും വിനാഗിരി ഉപയോഗിച്ചിട്ട്, പാല്, വിനിഗർ ആൻഡ് ഓയിൽ, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അത് കാണാം. ഇതിപ്പോൾ വേറെ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് എഗ് വൈറ്റ് മാത്രം വെച്ചിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 മുട്ടയുടെ വൈറ്റ്, 2 മുട്ടയുടെ വെള്ള മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ, 1.25 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും, നോക്കാം. ഇതിന് ഞാൻ കുറച്ച് ഗാർലിക് ഫ്ലേവേർഡ് മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തു, അത് ഒരുപാടൊന്നുമില്ല, 1 ടീസ്പൂണ്, 1.5 ടീസ്പൂൺ എന്ന് പറയാം. ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തു. പിന്നെ ഇച്ചിരി ഉപ്പ് ചേർക്കാം, 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർക്കാം.
കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. വൈറ്റ് പെപ്പർ പൗഡർ ആണെങ്കിൽ കൂടുതൽ കളർ മാറാണ്ട് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്കേ ഉള്ളൂ, അത് ഞാൻ രണ്ടാമത് ചേർക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റിഫൈൻഡ് ഓയിലാണിത്. ഒരു 3 സ്റ്റേജസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചിപ്പോൾ ചേർക്കുന്നു, എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. എഗെയിൻ എണ്ണ ഒഴിക്കാം. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. ഇതിൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇപ്പോൾ നല്ല വൈറ്റ്, ഇത് എഗ് വൈറ്റ് മാത്രമായതുകൊണ്ടാണ് ഇത്രയും കളർ. യോക്കും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു കളർ ഡിഫറൻസ് വരും. ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ പെപ്പർ പൗഡറും കൂടി വൈറ്റ് ചേർക്കണം. ഇപ്പോൾ വൈറ്റ് ഇല്ലാത്തത് ബ്ലാക്ക് ചേർക്കാൻ എനിക്കൊരു മടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെപ്പർ ഇല്ലാണ്ട് ഇപ്പോൾ ചെയ്തിട്ട് നമുക്ക് പെപ്പർ പൗഡർ നമ്മുടെ മിക്സിൽ ചേർക്കാം ഡയറക്റ്റായിട്ട്. തിക്കായിട്ട് മയണൈസ് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, വാങ്ങാം. അപ്പോൾ ബീറ്റിംഗ് എല്ലാം അവസാനിപ്പിച്ചു. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല വൈറ്റ് കളറിലെ മയണൈസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ പെപ്പർ പൗഡർ ഇതിൽ ചേർക്കുന്നില്ല, നമ്മുടെ മിക്സിൽ ഡയറക്റ്റായിട്ട് ചേർക്കാം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഞാനിത് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. പക്ഷേ നല്ല തണുത്തിരിക്കട്ടെ. നല്ല ചിൽഡായിട്ടിരിക്കട്ടെ. ബൈ ദ ടൈം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ഇത് മിക്സിങ്, ഈ കാര്യങ്ങളൊക്കെ ഒന്നിനകത്ത് റൊട്ടിപ്പൊടി ഇടുന്നു. പിന്നെ ഒരു ബൗളിൽ നമുക്ക് കുറച്ച് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, വറുത്ത് കോരുകയാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ വെള്ളയും കൂടി മിക്സ് ചെയ്തെടുത്തതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ട് റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് വേണം എണ്ണയിൽ വറുക്കാൻ. അപ്പോൾ എണ്ണ കുടിക്കില്ല, അല്ലാണ്ടിട്ടാൽ ബ്രെഡ് എണ്ണ കുടിക്കും. ഓക്കെ, ഈ രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ മിനി ഷവർമ ബ്രെഡ് പോക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ബേസ്, ആ പോക്കറ്റ്സിനുള്ള കാര്യം ഇവിടെ സെറ്റാണ്. അപ്പോൾ എഗ്ഗ് ഹോൾ എഗ്ഗിലും മുക്കിയെടുക്കാം, അല്ലെങ്കിൽ എഗ് വൈറ്റ് മാത്രമായിട്ട് പതച്ചിട്ട് അതിൽ ഈ ബ്രെഡ് പീസസ് മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിൽ തന്നെ പൊതിഞ്ഞ് എടുക്കാം. അങ്ങനെ ചെയ്യാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ടെടുത്ത് വറുക്കാം. എണ്ണ നല്ല ചൂടായി. ഒരു സൈഡ് ഗോൾഡൻ ആകുമ്പോൾ തിരിച്ചെടുക്കും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കും. ചെറുതായി കളർ മാറി തുടങ്ങി. ഇച്ചിരൂടെ ബ്രൗൺ ആകണം. മറു സൈഡും കൂടി അതുപോലെ ആയി വരും. ഇച്ചിരൂടെ ഗോൾഡൻ ആകാനുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് തിരിച്ചിടും. നല്ല ഗോൾഡൻ ആയിക്കൊണ്ടിരിക്കുന്നു. എനി ടൈം നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ഗോൾഡൻ കളർ സെറ്റായി കഴിഞ്ഞു. 1 by 1 എടുക്കാം. ആദ്യത്തെ എടുക്കട്ടെ. ആവശ്യമില്ലാതെ എണ്ണ കുടിക്കില്ല, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും നമുക്ക് വറുത്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വെരി സിമ്പിൾ. നമ്മൾ എഗ് വൈറ്റ് മാത്രം മുക്കി ചെയ്യുകയാണെങ്കിൽ എണ്ണ ഇങ്ങനെ പതയില്ല. മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി ചേർത്തിട്ടുള്ള മിക്സിലാണ് നമ്മൾ മുക്കുന്നെങ്കിലാണ് പത പോലെ വരുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. നല്ല ക്രിസ്പി ഇത് ബ്രെഡ് പോക്കറ്റ്സായി മാറുന്ന കാഴ്ച കാണിച്ചു തരാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ. കറക്റ്റായിട്ട് എല്ലാം വറുത്ത് വെച്ചിട്ട് നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം ഫില്ലിങ്ങിന്. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് പോക്കറ്റ്സിലേക്ക് ഫില്ല് ചെയ്യാം. റെഡി, വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പോക്കറ്റ്സ് ആവുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഫില്ലിങ്ങിന് നോക്കിക്കോളൂ. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. സവാള,
ക്യാപ്സിക്കം ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നത് മുട്ടയിൽ ചേർക്കാനാണ്. സെലറി ചോപ്ഡ്, അല്ലെങ്കിൽ വേണമെങ്കിൽ മല്ലിയില അരിഞ്ഞത് ചേർക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റഡ്, നമ്മുടെ ചിക്കൻ അതും ആവശ്യാനുസരണം. ആദ്യം ഒരു മിക്സിങ് എല്ലാം ചെയ്തിട്ട് ഒരല്പം ഉപ്പ് ചേർക്കാം, ഒരല്പം നാരങ്ങാനീരാകാം, കുറച്ച് മതി. അത് മയോണൈസിലൊക്കെ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. മയോണൈസിൽ ഞാൻ ചേർത്തിട്ടില്ല കുരുമുളക് പൊടി, അത് കാരണം അത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആയതുകൊണ്ടാണ് ചേർക്കാതെ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർത്തോളൂ. ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ എത്രയാണെങ്കിലും ഇച്ചിരി കൂടെ ഞാൻ ചേർക്കുന്നു. ഇനി ഫ്രിഡ്ജിനകത്തുനിന്ന് ഉണ്ടാക്കി വെച്ച മയോണൈസ് എടുത്തിട്ട് വന്നു കുറച്ച് ചേർക്കാം. കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ ചേർക്കാം. ഇതിൽ ലെറ്റ്യൂസ് ലീവ്സ് അരിഞ്ഞ് ചേർക്കാം, ചിലർ ക്യാബേജും ഒക്കെ ചേർക്കാറുണ്ട്. എനിക്ക് പക്ഷേ ക്യാബേജ് ചേർക്കുന്ന അത്ര ഇഷ്ടമല്ല. കുറച്ചുകൂടെ വേണമെങ്കിലും ലാവിഷായിട്ട് മയോണൈസ് ചേർക്കാം. ഞാനിപ്പോൾ ഇത് മുട്ടയിലും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോകണു. സെലറി, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്സ്, ഇച്ചിരി ഉപ്പ്, കുറച്ച് സവാള, കുറച്ച് കുരുമുളക് പൊടി. ഇനി കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഓൾ സെറ്റ്. ഫില്ലിംഗ് ഈസ് റെഡി. എഗ് ഫില്ലിംഗ് ഉണ്ട്, ചിക്കൻ ഫില്ലിംഗ് ഉണ്ട്. ഇപ്പോൾ പ്യുവർ വെജ് ആർക്കാണെങ്കിൽ പ്യുവർ വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി ഇതുപോലെ. ഇനി നമ്മുടെ മിനി പോക്കറ്റ് ഷവർമ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കോളൂ. ഓരോന്ന് എടുക്കുന്നു. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ക്രിസ്പിയാണ്. അതെ, ശബ്ദം കേട്ടല്ലോ. ഓരോന്നിനെ ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഇതേ നോക്കിയേ, അകത്ത് പോക്കറ്റ് ഉണ്ടോ? ദിസ് ഇസ് ദ പോക്കറ്റ്. ഇനി ഈ പോക്കറ്റിനകത്തേക്ക് ആണ് നമ്മൾ ഫില്ലിങ് വയ്ക്കുന്നത്. എത്ര വയ്ക്കാൻ പറ്റും അത്രത്തോളം വയ്ക്കുക. യെസ്, ഇത് മതിയാകും. കറക്റ്റായിട്ട് ഫില്ലായി കഴിഞ്ഞു. എന്നിട്ട് നല്ല ക്രിസ്പി ഔട്ടറും നല്ലൊരു ഫില്ലിങ്ങും ഇതുപോലെ ഇതിൻ്റെ അകത്തും നിറച്ച് കൊടുക്കുകയാണ് ഫില്ലിങ്. ഒരു കുറവ് വരുത്തുന്നില്ല. ലാവിഷ്. സെക്കൻഡ് വൺ. അപ്പോൾ ഇത് 12 എണ്ണം ഞാൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ 24 മിനി പോക്കറ്റ് ഷവർമാസ്, ബ്രെഡ് ഷവർമാസ് കിട്ടും. എല്ലാം ഇങ്ങനെ തന്നെയാണ്, സെയിം മെത്തേഡ്. ഓരോന്ന് മുറിക്കുമ്പോൾ ഉള്ളിലൊരു പോക്കറ്റ് ഉണ്ടാകും. ഇൻസൈഡ് പോക്കറ്റ് നിറയ്ക്കും. ഇനി നമുക്ക് എഗ്ഗ് വെച്ചിട്ടൊരു കുറച്ച് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും നല്ല മനോഹരമായിട്ട് എഗ് ഫില്ലിങ് വെച്ചിട്ട് അപ്പോൾ വളരെ ഇക്കണോമിക്കലായിട്ട് ഇത് തന്നെ ഭയങ്കര ലാഭമല്ലേ. ഇത്രയും 24 എണ്ണം കിട്ടും. നമ്മളിപ്പോഴത്തെ ചിക്കൻ ഞാൻ എടുത്തതിൽ നിന്നും 300 ഗ്രാമിൻ്റെ പകുതി പോലും ഞാൻ എടുത്തിട്ടില്ല. ഒരു 100 ഗ്രാംസേ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചേർന്ന് വന്നിട്ടുള്ളൂ. അത്രയും കുറച്ച് മതി ക്വാണ്ടിറ്റി. ഇത് മിനി പോക്കറ്റ്സ് ആണല്ലോ, അപ്പോൾ ഇതിനകത്ത് നിറയാനുള്ളത് മതി. മാറി മാറി ഞാൻ ഫില്ല് ചെയ്യുകയാണ്. എഗ്ഗ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും. കഴിക്കുന്ന ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാം. സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ല രസകരമായ കാര്യമാണ് കേട്ടോ, ചെയ്യാൻ എളുപ്പമാണ്. ഒരു ക്യൂട്ട് വർക്കായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ നൈസ്. അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നും, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ. ലുക്കിംഗ് സോ ഗ്രേറ്റ്.
കാര്യം നമ്മൾ സാധാരണ ബേക്കറീസിലൊക്കെ ചെന്ന് വാങ്ങി കഴിക്കുന്ന ഒരു കാര്യമാണ് പല ആൾക്കാരും. പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്യാം, ഈസിയാണ്. ഇതിപ്പോൾ നോമ്പിനുള്ള ആൾക്കാർക്ക് വളരെ സ്പെഷ്യൽ. ഇനി നോമ്പില്ലാത്തവർക്കും ഉണ്ടാക്കാം, കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. ടീനേജ് പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്ന കാര്യമാണ് ഇതെല്ലാം. അവർക്കെല്ലാം ഈ ബേക്കറി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി പേസ്ട്രി ഷോപ്സിലൊക്കെ പോയി കഴിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. തീരാറായി. അങ്ങനെ 24 മിനി ഷവർമ ബ്രെഡ് പോക്കറ്റ്സ് കിട്ടുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചില കാര്യങ്ങളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരും. അതെൻ്റെ മുഖത്ത് കാണാൻ പറ്റും. ആക്ച്വലി ഇനി വെക്കാൻ സ്ഥലമില്ല, 2 പ്ലേറ്റ് ഫുള്ളായി. സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കൂടുതലും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഫ്രഷ് ബ്രെഡിൽ ചെയ്യാനാണെങ്കിൽ കൂടുതൽ നല്ലത്. ഡ്രൈ ആയിട്ടുള്ള ബ്രെഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ പോക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പാടായിരിക്കും. കാര്യം 2 സ്ലൈസ് ബ്രെഡും കൂടി ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് തമ്മിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കണം. എന്നാലാണ് അതിന് കറക്റ്റായിട്ടൊരു പൊസിഷനിങ് ഉണ്ടാവുക. അത് സ്റ്റെയിൽ ബ്രെഡ് ആണെങ്കിൽ, കുറച്ച് ഡ്രൈ ബ്രെഡ് ആണെങ്കിൽ അങ്ങനെ വരില്ല. ഫ്രഷ് ബ്രെഡ് ആണെങ്കിൽ ഇങ്ങനെ ഒട്ടും കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിവിടേക്ക് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇത് ഇനിയുണ്ട് കേട്ടോ, ഫില്ലിങ് തീർന്നിട്ടില്ല. ആക്ച്വലി പറഞ്ഞാൽ ഏകദേശം ഒരു എഗ്ഗിൻ്റെ ഒരെണ്ണം കൂടി ഫില്ല് ചെയ്യാനുള്ളതുണ്ട്, ഒരു 5 എണ്ണത്തിനും കൂടി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 30 മിനി ഷവർമ പോക്കറ്റ്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഇതിനകത്തുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എത്ര ഇക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ നോമ്പ് തുറ സമയത്തൊക്കെ പറ്റിയായിട്ടാണ്. അല്ലാത്ത സമയത്തും ഭയങ്കര നല്ലതാണ്. ഡെയിലി എന്താ പറയുക, വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രസമായിരിക്കും. അങ്ങനെ നമ്മുടെ റമദാൻ മാസത്തിലെ നിങ്ങളുടെ നോമ്പ് തുറ സമയത്ത് ചെറുപാനീയങ്ങളായിട്ട് തുടങ്ങുക നോമ്പ് തുറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയ സ്നാക്സ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇതും ഒരു വിഭവമാക്കുക. ഇതൊരു നോമ്പ് തുറ വിഭവം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഞാനൊന്ന് ജസ്റ്റ് വയ്ക്കട്ടെ. നിറച്ച് വിലയും ശ്രദ്ധ കഴിക്കുന്നുണ്ടോ? ക്രിസ്പി ഔട്ട് സൈഡ്. ആഹാ, യമ്മി ഫില്ല്, ഒരുപാട് ഫില്ല്. ഇത് ചിക്കനാണ്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വേറെ പറയും കേട്ടോ. നല്ല ഫില്ലിങ്ങാണ്. എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ക്രംസിലും എഗ്ഗിലും പൊതിഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. ഏകദേശം ഒരു 4 ഫുൾ എഗ്ഗ് വേണ്ടി വന്നു. ഇത് കംപ്ലീറ്റ് കവറേജ് 4 to 5 eggs വേണ്ടി വരും മുക്കാനായിട്ട്. പോക്കറ്റ്സ് നിറയെ ഫില്ലിങ്. ഇത് എഗ്, എഗ്ഗും ഈക്വലി കൂട്ടും. അടിപൊളി. ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നല്ലോ. ഓക്കെ, ഞാൻ എൻ്റെ ചെയ്യാൻ പോകും. ഞാൻ ബാക്കി കഴിച്ചോളാം. ഓക്കെ, കഴിച്ചോണ്ടിരിക്കാം ഒരു വൈകിട്ട് പോയി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഇഫ്താർ സ്പെഷ്യലാണ് ഇന്നത്തെ. റമദാൻ സ്പെഷ്യൽ, നോമ്പ് തുറ സ്പെഷ്യൽ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോമ്പ് തുറ സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് അല്ലാത്ത ഐറ്റംസും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാവട്ടെ. അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി വളരെ ചിട്ടയായിട്ട് ഈ റമദാൻ നോമ്പ് നോക്കുന്ന എല്ലാവർക്കും ഈ റമദാൻ മാസ ആശംസകൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ലക്ഷ്മി നായർ, ലവ് യു ആൾ.